കൊട്ടിയൂരിൽ ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുകയാണ് ഇളനീരാട്ടത്തിന് സാക്ഷിയാകാൻ. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കൊട്ടിയൂർ ആ പുണ്യ ചടങ്ങിന് സാക്ഷിയാകാൻ ഒരുങ്ങുകയാണ്. വൈശാഖ ഉത്സവത്തിലെ സുപ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് ഇളനീരാട്ടം. കഴിഞ്ഞ രാത്രിയിലായിരുന്നു ഇളനീർ വെപ്പ്. ബുധനാഴ്ച അർദ്ധരാത്രിയാണ് ഇളനീരാട്ടം. ഇപ്പോൾ ശരിക്കും ഇളനീർ വെപ്പ് കഴിഞ്ഞ് ഇളനീരാട്ടത്തിന് വേണ്ടി ആൾക്കാർ ഭക്തലക്ഷങ്ങൾ കാത്തു നിൽക്കുകയാണ്. കൊട്ടിയൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി രാമഭദ്രൻ ചേരുന്നു. രാമഭദ്രനിലേക്ക്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനോടനുബന്ധിച്ച് ഇന്ന് ഇളനീരാട്ടമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇളനീർ വെപ്പായിരുന്നു. ദൂര സ്ഥലങ്ങളിൽ നിന്നും 150 കിലോമീറ്റർ ദൂരെ വ്രതമെടുത്ത് ഭക്തജനങ്ങൾ കാൽനടയായിട്ട് എത്തി വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രനടയിൽ ഇളനീരെല്ലാം എത്തിച്ചിരിക്കുകയാണ്. ഇളനീർ വെട്ടി ഏതാണ്ട് ഇന്ന് അത്താഴപൂജ കഴിഞ്ഞതിന് ശേഷം ഇന്നിവിടെ ഇളനീർ അഭിഷേകവും ഇളനീരാട്ടവുമാണ് നടക്കുന്നത്. വൈശാഖ മഹോത്സവത്തിന് വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഇന്ന് നടക്കുന്ന ഈ ഇളനീരാട്ടം. ഇന്ന് ഭക്തജന തിരക്കുകൾ വളരെയധികമുണ്ട്. എങ്കിലും മഴയ്ക്ക് ശമനമുണ്ട്. എന്തായാലും ഇന്ന് തന്നെ വൈകുന്നേരത്ത് നടക്കുന്ന ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഇളനീരാട്ടം കാണാൻ ഭക്തജനങ്ങൾ വൻ തിരക്ക് അനുഭവപ്പെടുമെന്നും അതേ കണക്ക് ഇപ്പോൾ ഉച്ചസമയമായിട്ട് കഴിഞ്ഞുകൊണ്ട് വളരെ തിരക്ക് കുറവുണ്ട്. മഴയുടെ ശമനം കുറവുണ്ട്. എന്തായാലും വൈശാഖ മഹോത്സവത്തിൻ്റെ പ്രധാന ഒരു ആരാധനയായിട്ടുള്ള ഈ ഇളനീരാട്ടം ഇന്ന് അത്താഴപൂജ കഴിഞ്ഞ് ഇവിടെ നടക്കും. അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഭക്തജനങ്ങളെല്ലാം വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഇളനീര വെപ്പിന് വേണ്ടി എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയുണ്ടായി.
നീരാട്ടനാൾ രാത്രിയിൽ നടക്കുന്ന ഒരു പ്രത്യേക ചടങ്ങുണ്ട്, ദൈവം വരവ് എന്നറിയപ്പെടുന്ന ചടങ്ങ്. രാത്രിയിലെ പാത്രം വിളി എന്ന ചടങ്ങിന് ശേഷം പെരുവണ്ണാൻ സ്ഥാനികൻ കൊട്ടേരിക്കാവിലെത്തുന്നു. കിഴക്കേ നടയിലാണ് കൊട്ടേരിക്കാവ്. അല്പസമയം കഴിഞ്ഞ് പുറങ്കലയൻ സ്ഥാനികനും എത്തും. രണ്ടുപേരും പരസ്പരം സംസാരിക്കാതെ പുറം തിരിഞ്ഞ് ഇരിക്കുന്നു. രാശിവിളി കേട്ട് കഴിഞ്ഞാൽ ഒറ്റപ്പിലാൻ സ്ഥാനികൻ കൊട്ടേരിക്കാവിലെത്തി രണ്ടുപേർക്കും ദക്ഷിണ നൽകി മടങ്ങുന്നു. പിന്നീട് പുറങ്കലയനെ പെരുവണ്ണാൻ സ്ഥാനികൻ ദൈവവേഷം ധരിപ്പിക്കും. ദൈവം പാലക്കീഴിലെത്തി കാത്തിരിക്കുന്നു. ആ സമയത്ത് ഒറ്റപ്പിലാനും കൂട്ടരും അവിടെ എത്തി ദൈവത്തെ വണങ്ങി എല്ലാവരും ഒരുമിച്ച് തിരുവഞ്ചിറയിലെ ബലിക്കല്ലിനടുത്തെത്തുന്നു. പന്തക്കിടാങ്ങൾ തിരുവഞ്ചിറയ്ക്ക് സമീപം പന്തങ്ങൾ കത്തിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ടാകും. ഇരുവശത്തുമായി കത്തിച്ചു പിടിച്ച പന്തങ്ങൾക്കിടയിലൂടെ നമ്പീശൻ ദൈവത്തിന് അരി ചൊരിഞ്ഞു കൊടുക്കുന്നു. ഈ സമയത്ത് ഭണ്ഡാരറയിൽ നിന്ന് വാളശന്മാർ ചപ്പാരം ഭഗവതിയുടെ വാളുകളുമായി പുറത്തു വരികയും വാളുയർത്തി കാണിച്ച ഉടനെ ദൈവം വന്ദിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്നു. എന്തായാലും കാനന ഭംഗി നിറഞ്ഞു നിൽക്കുന്ന കൊട്ടിയൂർ അമ്പലത്തിലെ വിശേഷങ്ങൾ ഇപ്പോൾ വളരെയധികം താല്പര്യത്തോടു കൂടിയും ഭക്തിയോടുകൂടിയുമാണ് ലോകം മുഴുവൻ കേൾക്കാൻ കാത്തിരിക്കുന്നത്. കൊട്ടിയൂരെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് വിശേഷങ്ങളുമായി കർമ്മ ന്യൂസ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.